ഹൈ ഗായ്സ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ശ്യാമയും രാധികയും കൂടി ഇന്ന് നേരിട്ട് കാണാൻ പോകുന്ന ഒരു എപ്പിസോഡാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വരുണ് ജയഭാരതി മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയാണ്. അവന് കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ ശ്യാമ ഇങ്ങനെ പറഞ്ഞ കാര്യം, എങ്ങനെയാണ് ശ്യാമക്ക് ആ കുഞ്ഞിനെ നഷ്ടമായതെന്നും എല്ലാ സ്റ്റോറികളും എന്തായാലും ഈ വരുണ് നമ്മുടെ ജയഭാരതി മുത്തശ്ശനോട് പറയാണ്. എന്നിട്ട് ജയഭാരതി മുത്തശ്ശനോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവരെ ഒരുമിപ്പിക്കണം എന്നാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. അതിന് മുത്തശ്ശിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യണം, മുത്തശ്ശിയുടെ എന്തെങ്കിലും ഒരു പ്ലാനും കൂടി വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുത്തശ്ശിനോട് കൂടി ഒരു സഹായം ചോദിക്കണം വരുണ്. ആ സമയത്താണെങ്കിൽ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയുന്നുണ്ട്, എടാ നീ പണ്ട് നിനക്കിങ്ങനെ ഓരോ സംശയമുണ്ട്, ഈ ശ്യാമയുടെ മകൾ തന്നെയാണോ രാധിക എന്നുള്ള കാര്യങ്ങളൊക്കെ നീ സംശയം പറഞ്ഞപ്പോഴൊക്കെ എനിക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിലും അത്ര അങ്ങ് ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം ശ്യാമ വലിയൊരു ഗായികയല്ലേ, അത്രയും വലിയൊരു ഫാമിലിയുള്ള മകളാണ് നമ്മുടെ രാധിക മോള് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം തന്നെ വരുന്നില്ല. അത്രയും വലിയൊരു കുടുംബത്തിലുള്ളൊരു കൊച്ചാണല്ലേ. ഇതുവരെ അവൾ അനാഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സഹിച്ചത്. അവൾ വലിയൊരു കുടുംബത്തിലാണ് ജനിച്ചത്. അത്രയും വലിയൊരു ഫേമസ് ആയ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും അത്രയും വലിയ കഴിവുള്ള ആൾക്കാരുടെയൊക്കെ മകളായിട്ട് ജനിച്ചതാണ്. പക്ഷെ അവൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചല്ലേ ഈ അനാഥയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജയഭാരതി മുത്തശ്ശിക്ക് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. കാരണം അത്രയും വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ മകളാണ് ഇവരുടെ വീട്ടിലിരിക്കുന്ന ഈ രാധിക എന്നൊക്കെ പറഞ്ഞിട്ട് ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരണം പറയുന്നുണ്ട്, എനിക്ക് അന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അവരുടെ മുഖത്തുള്ള ആ ഒരു സിമിലാരിറ്റി അത് തന്നെ ആയിരുന്നു എനിക്ക് ആദ്യം തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ മുത്തശ്ശനോട് ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇനി നാളെയാണ് അങ്ങനെ തീരുമാനിച്ച നേരിട്ട് കാണാൻ, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ശുഭകരമായിട്ട് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി പ്രാർത്ഥിക്കണം എന്നൊക്കെ അങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഗൗതം ബെഞ്ചമിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതുവരെ കടന്ന സംഭവങ്ങളൊക്കെ, ഈ പ്രിയങ്ക എന്ന് പറയുന്നത് ഇതുവരെ കള്ളം പറഞ്ഞതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഗൗതം ഈ ബെഞ്ചമിനോട് സംസാരിക്കുന്നുണ്ട് വേണ്ടിയിട്ട് അവളോട് ഒരു സഹായം ചോദിച്ചിട്ടുണ്ട്. കാരണം ഇവളെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പറ്റിക്കാന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ണടച്ച് അവരെ വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ചതി അവർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് അവർ കാര്യത്തിൻ്റെ ആ ഒരു സമയം എത്തുന്ന ആ സമയത്ത് ചിലപ്പോൾ ഇവരെങ്ങനെ പറ്റിച്ചു പോയാലോ എന്നുള്ള പേടി നന്നായിട്ടുണ്ട്. ഈ പ്രിയങ്കയുടെ ഒരു മൊഴി മതി അച്ഛന് പുറത്ത് കിടക്കാൻ. ബെഞ്ചമിനോട് ഇങ്ങനെ ഗൗതം പറയുന്നുണ്ട്. ഗൗതമിനാണെങ്കിൽ ഈ ബെഞ്ചമിനെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. ഈ പ്രിയങ്കനെക്കാട്ടിലും ഏറ്റവും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ബെഞ്ചമിനാണെന്നാണ് ഗൗതമിൻ്റെ വിചാരം. പക്ഷേ ബെഞ്ചമിൻ അവനെ വീണ്ടും ചതിക്കാനുള്ള എന്തൊക്കെയാ ഉള്ളിൽ വേറെ പ്ലാൻ ഉണ്ട്. ഈ ബെഞ്ചമിൻ്റെ ചിന്തയിൽ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും പ്രിയങ്ക ഇവൻ്റെ ഈ വാക്കും കേട്ടിട്ട് മൊഴി മാറ്റി പറഞ്ഞ് ഈ അച്ഛൻ എങ്ങാനും പുറത്തിറക്കിയാൽ ഇവരുടെ പ്ലാനിങ് ഒന്നും നടക്കത്തില്ല എന്നുള്ള ചെറിയൊരു പേടി ഉണ്ടാകും. കാരണം ഇവരുടെ അടുത്തുനിന്ന് പൈസ ഒക്കെ വാങ്ങിയിട്ടാണ് ചന്ദ്രശേഖരനെ ഇറക്കണം എന്ന് ഇവരും ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ഇവർ പൈസ വാങ്ങി ഈ ഇറക്കാൻ വേണ്ടി ട്രൈ ചെയ്യാതെ നേരിട്ട് തന്നെ ഈ പ്രിയങ്കനോട് മൊഴി മാറ്റി പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടുത്തിയാൽ ഇവൻ്റെ എന്തൊക്കെയോ പ്ലാനുകളൊന്നും വർക്കാവില്ല എന്നുള്ളൊരു ചെറിയ ഭയം ഇവൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ പറയുന്നുണ്ട്, പ്രിയങ്കനെ വിശ്വസിക്കരുത്, അവൾ ചതിക്കും. അതുകൊണ്ട് അവളുടെ ആ പ്ലാനിങ് ഒക്കെ മറന്നാളാ. അവളോട് മൊഴി മാറ്റി പറയാൻ വേണ്ടിയിട്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കാനുള്ള ഈ കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞേക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ ഏടത്തി സാറ എന്തായാലും നിന്നെ സഹായിക്കും. സേറയുടെ എന്തൊക്കെ പണികളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം ഒരുപാട് സംഭവങ്ങളൊക്കെ ഈ ചന്ദ്രശേഖരനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ പ്രിയങ്കയുടെ ആവശ്യമൊന്നുമില്ല. അവളെ അങ്ങ് വിട്ടേക്ക്. അവൾ വേണമെങ്കിൽ ചതിക്കും, ആവശ്യമുള്ള സമയത്ത് അവൾ മൊഴി മാറ്റി നിന്നെ പറ്റിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവനിങ്ങനെ പറഞ്ഞിങ്ങനെ ബെഞ്ചമിൻ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കണേ. എങ്ങനെയെങ്കിലും ഇവൻ്റെ പ്ലാനിലേക്ക് ഈ ഗൗതമി എത്തണം എന്നുള്ള ചിന്തയിലാണ് ഈ ബെഞ്ചമിനുള്ളത്. അപ്പം ബെഞ്ചമിൻ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ നടന്നിട്ടുണ്ട് ചന്ദ്രശേഖരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. പ്രിയങ്കയുടെ അങ്ങ് വിട്ടേക്ക്. അവളെ കൊണ്ടൊന്നും എന്തായാലും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം അവൾ ചതിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബെഞ്ചമിൻ ഇങ്ങനെ ഇവനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബെഞ്ചമിൻ്റെ ഈ വാക്കിലാണെങ്കിൽ ഗൗതം വീണ് പോയിട്ടുമുണ്ട് എന്നാണ് തോന്നുന്നത്. അവൻ ഇതിനൊക്കെ ഓക്കെയും പറയുന്നുണ്ട്. അപ്പോൾ ഇനി മിക്കവാറും ഈ ഗൗതം പ്രിയങ്കയുടെ കേസ് അങ്ങ് വിടുകയാണെന്നാണ് തോന്നുന്നത്. ഇനി ബെഞ്ചമിൻ്റെ പിന്നാലെ പോവുകയാണ്. കാരണം ബെഞ്ചമിനാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ പ്രിയങ്ക ചിലപ്പം ചതിക്കും എന്നുള്ളൊരു ചെറിയൊരു പേടി കൊണ്ട് തന്നെ പ്രിയങ്കയുടെ പിന്നാലെ അങ്ങ് പോകാതെ നിൽക്കുകയാണ് എന്നാണ് ബെഞ്ചമിൻ്റെ ഈ സംസാരം കേട്ടിട്ട് ഗൗതമിൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ഗൗതം തീരുമാനിച്ചത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ ആ ഡിസ്കഷനൊക്കെ അവിടെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്യാമ വീട്ടിലാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ കൂടെ തന്നെ ചെറിയൊരു പേടിയുണ്ട്. അവളെങ്ങാനും അമ്മ എന്നുള്ള കാര്യം അറിയുമ്പോൾ എന്നെ വെറുക്കുമോ എന്നുള്ള ആ ഒരു പേടി നന്നായിട്ട് ശ്യാമക്കുണ്ട്. പിന്നെ ശ്യാമ പൂജാമുറിയിൽ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്,
ഞാൻ എൻ്റെ മകളെ ആദ്യമായിട്ട് നേരിട്ട് കാണാൻ പോവാണ്. ഇതുവരെയുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു അവളെ ഒന്ന് നേരിട്ടൊന്ന് കാണണമെന്ന്. കാരണം ആ ഒരു മുഖംമൂടി ഇല്ലാതെ നേരിട്ട് അവളോട് സംസാരിക്കാൻ പോകുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട്. പക്ഷേ നല്ല പേടിയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്താക്കി തരണം എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ മനസ്സൊരുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടെ ആണെങ്കിൽ ഏടത്തിയുണ്ട്, അതേപോലെ ആരതിയുണ്ട്. ഇവർ രണ്ടുപേരും അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇവരിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെ അഖിൽ സാറിൻ്റെ ഫോട്ടോ ഒക്കെ മാലയിട്ട് ആ ഭാഗത്തേക്ക് അങ്ങ് പോവാണ്. എന്നിട്ട് അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, മകളെ കാണാൻ ഞാൻ ആദ്യമായിട്ട് പോവാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ചെറിയ ഭയമുണ്ട്. കാരണം അവൾ എന്നെ എങ്ങനെ നേരിട്ട് കാണുമ്പോൾ റിയാക്ട് ചെയ്യുക ഒന്നും എനിക്കറിയത്തില്ല. ആ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് നല്ല ഭയമുണ്ട്. അവളെന്നെ വെറുത്ത് പോകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ അവളെ നേരിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. മകളെ നേരിട്ട് കാണാൻ പോകുന്നുള്ള എല്ലാവരും ടെൻഷൻ എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ആരതിയുടെ അടുത്തേക്ക് ശ്യാമ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ മകളെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ട് എന്നൊക്കെ ഇവരോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരതി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ രാധിക എന്ന് പറയുന്നത് നല്ലൊരു മനസ്സാണ്, അവൾക്ക് നല്ലൊരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, അവൾ നിങ്ങളെ വെറുക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ആരതി. ആ സമയത്താണ് നമ്മുടെ രാധിക അങ്ങോട്ട് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ആരതി പറയുന്നുണ്ട്, അമ്മ എന്തെങ്കിലും ഒരു പ്രശ്നം, മനസ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്താൽ അപ്പം വിളിക്കും ഇവള്, നല്ല മനപ്പൊരുത്താണ് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ചിരിച്ചിട്ട് ഫോൺ എടുക്കണം. ആ ഫോൺ എടുക്കുന്ന സമയത്ത് ഈ രാധിക പറയുന്നുണ്ട്, അത് ചേച്ചി എനിക്കൊരു കാര്യം പറയാണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആരതിക്ക് കാര്യം എന്താണെന്നൊക്കെ പിടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങ് സംസാരിക്കുകയാണ്. ആണോ, എന്നാൽ എന്താ കാര്യം, നീ പറ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയണം, പക്ഷേ കാര്യം പറയാൻ പോവുകയാണ്, പക്ഷേ അതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആ കാര്യത്തിൽ സമ്മതിക്കണം എന്ന് കാര്യം പറയാതെ തന്നെ ആദ്യം സമ്മതം ചോദിക്കുകയാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ആദ്യം നീ കാര്യം എന്താണെന്ന് പറ, നല്ല സമ്മതം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഈ ആരതി അവളോട് തിരിച്ച് പറയണം. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ഇന്ന് ശ്യാമനെ കാണാൻ പോവാണ്, ശ്യാമ മാഡത്തിനെ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരു നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് പോരണം, എൻ്റെ കൂടെ ഒന്ന് കാണാൻ വരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആരതി ചോദിക്കുകയാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ഓ ഇതിനായിരുന്നോ ഇങ്ങനെ ടെൻഷനായിട്ടൊക്കെ ചോദിച്ചത്, അതിന് ഇത്ര ടെൻഷനായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എന്തായാലും നിൻ്റെ കൂടെ തന്നെ പോരാ എന്നൊക്കെ ഇങ്ങനെ സമ്മതം കൊടുക്കുകയാണ്. ആരതി ആണെങ്കിൽ സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ശ്യാമക്കും അമൃതേടത്തേക്കും നന്നായിട്ട് കേൾക്കാം. അപ്പോൾ ഇവളെ ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം ശ്യാമനെ കാണാൻ പോകുകയാണെന്നുള്ള അവളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനർജിയൊക്കെ കാണുമ്പോൾ തന്നെ ശ്യാമക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അവൾ ഇത്രയും ആ അമ്മനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, പക്ഷേ അമ്മയായിട്ടല്ല ഒരു ഗായികയായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ളൊരു ചെറിയ വിഷമം ശ്യാമക്ക് ഉണ്ടെങ്കിലും ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ എൻ്റെ മോള് ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ ഒക്കെ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ടാകും. അപ്പോൾ ഈ ആരതി ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ ശ്യാമനെ കാണാൻ വേണ്ടി നിൻ്റെ കൂടെ തന്നെ പോരാ, അതിന് നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളോട് ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ തന്നെ കൂടെ പോരാ എന്ന്. അപ്പോൾ രാധിക താങ്ക്സ് ചേച്ചി, അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞതിന് ശേഷം രാധികയുടെ സംസാരമൊക്കെ അങ്ങനെ ആരതി പറയുന്നുണ്ട്, ഇവളുടെ എക്സൈറ്റ്മെൻറ്റൊക്കെ കണ്ടിട്ടില്ലേ, അമ്മനെ കാണാൻ പോകാനുള്ള അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ്, അതുകൊണ്ട് ഇനി പേടിക്കൊന്നും വേണ്ട, അവൾ ഇത്രയും സ്നേഹിക്കുന്നില്ല, അത് തന്നെ പോരെ എന്നൊക്കെ ഇങ്ങനെ ശ്യാമിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ശ്യാമക്കാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു കോൺഫിഡൻസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയങ്ക സിനിമ ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു കാര്യത്തിൽ അങ്ങ് മുഴുകി നിൽക്കണം. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അവിടെ വെച്ചിട്ട് അവളിപ്പോൾ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ലക്ഷ്യമായിട്ട് എന്തായാലും ഈ ശരത്തും പ്രിയങ്കയും മുത്തശ്ശിയും കൂടി, മുത്തശ്ശീനെ കൂടെ കൂട്ടരുത് എന്ന് പ്രിയങ്കയ്ക്ക് ഇതുവരെയായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇനി വേണമെങ്കിൽ ഒന്ന് പഠിക്കാൻ പോവുകയായിരിക്കും. കാരണം അമ്മാതിരി പണിയാണ് ഇനി ഈ സുകുമാരി മുത്തശ്ശി പ്രിയങ്കയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. എന്തായാലും ഇവർ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഒരു തണലിൽ ഇങ്ങനെ ഈ പ്രൊഡ്യൂസറും ഈ ഡയറക്ടറും പിന്നെ ആ സിനിമയുടെ മെയിൻ റോൾ അഭിനയിക്കുന്ന ആ ഒരു നടിയും അവിടെ ഇങ്ങനെ ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇവർ വന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ സുകുമാരി മുത്തശ്ശി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എൻ്റെ മകള് അഭിനയിക്കാൻ പോവാണ് എന്നുള്ള ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കുറച്ച് അഹങ്കാരമുണ്ട്. സിനിമ ഷൂട്ടിങ് തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്ക് ഈ പെണ്ണിന് കുറച്ച് അഹങ്കാരമൊക്കെ ഒന്ന് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ലൊക്കേഷനും ആളുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇവരെന്തൊക്കെയാണ് വലിയ സംഭവമാണ് എന്നുള്ള ഒരു മട്ടാണ് ഇപ്പോൾ സുകുമാരി മുത്തശ്ശിക്ക്. പക്ഷേ പ്രിയങ്കയ്ക്ക് അത്രയില്ല. കാരണം മുന്നത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൾക്ക് ഇപ്പോൾ വന്ന അവസരം കൂടി പോകും എന്നുള്ള ചെറിയൊരു ഭയം ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് അത്ര ഒരു അഹങ്കാരമൊന്നും വന്നിട്ടില്ലെങ്കിലും പക്ഷേ ഈ സുകുമാരി മുത്തശ്ശിക്ക്
നന്നായിട്ട് അഹങ്കാരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോൾ തന്നെ എൻ്റെ മോളുടെ ഒരു സൗന്ദര്യം, എന്തൊരു സൗന്ദര്യമാണ് എൻ്റെ മോൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രിയങ്കരൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നുണ്ട്. അത് ശരത്തിനോട് ചോദിക്കുന്നുണ്ട്, ശരത്തെ കണ്ടില്ലേ എൻ്റെ മോളുടെ സൗന്ദര്യം, ഈ ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ ഭയങ്കര സൗന്ദര്യം വെച്ചു എന്നൊക്കെ ഇങ്ങനെ ഇവനോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇവൻ അത്ര വലിയ കവനിക്കൊന്നൊന്നുമില്ല, കാരണം ഇവളെ പണ്ടേ കാണുന്നതല്ലേ, പിന്നെ ഈ മുത്തശ്ശി പറഞ്ഞ് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നുള്ള മട്ടിലാണ് ഈ ശരത്തുള്ളത്. അപ്പോൾ ശരത്ത് അറിഞ്ഞിട്ട് ഞാൻ അവരെ ആ പ്രൊഡ്യൂസറിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അപ്പോഴാണ് ആ മെയിൻ ഹീറോയിനെ അവിടെ കാണുന്നത്. അപ്പോൾ ആ ഹീറോയിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതേതാ ഞാനൂല അവരെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട് അതാണ് മെയിൻ ക്യാരക്ടർ, അതാണ് നമ്മുടെ ഈ സിനിമയിലെ ഹീറോയിന് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശിക്ക് ഇങ്ങനെ ഒരു ദേഷ്യം വരികയാണ്. അയ്യേ ഇതാണോ നടി, എൻ്റെ മകളെ നടിയാക്കിയാൽ പോരെ, ഇവൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, ആ പെണ്ണിനെ കണ്ടാൽ എന്തൊരു കോലം, ഒരു കോലവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ പെൺകുട്ടിനെ ഇങ്ങനെ താഴ്ത്തി സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ശരത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ വന്ന് സംസാരിക്കുകയാണ് ഈ പ്രൊഡ്യൂസറോട് പോയിട്ട്. ആ സമയത്ത് ഈ പ്രിയങ്കയും സുകുമാരി മുത്തശ്ശി അവരുടെ പിന്നാലെ തന്നെ അങ്ങ് പോവുകയാണ്. കണ്ടിട്ട് പ്രിയങ്ക ഇങ്ങനെ സർ നമസ്കാരമൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടിട്ട് ഈ സുകുമാരി മുത്തശ്ശി അവരുടെ അഹങ്കാരം അങ്ങ് കാണിക്കാണ്. എടാ ചക്ക, നീ ഈ പ്രിയങ്ക മോൾ വന്നാൽ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കസാല ഇങ്ങോട്ട് ഇട്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഹങ്കാരം കാണിക്കാണ്. അപ്പോൾ അയാൾ ഓക്കെ സർ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഇവരങ്ങ് പോകുന്നുണ്ട്. പക്ഷെ ഇവർ ഈ അഹങ്കാരം സംസാരമൊന്നും ആ പ്രൊഡ്യൂസർക്കും ആ ഡയറക്ടർക്കും അത്ര വലിയതായിട്ട് പിടിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു അഹങ്കാരം ഇപ്പം തന്നെ കാണിക്കുക, അതും ഒരു തൊഴിലുറപ്പിന് അഭിനയിക്കാൻ പോകുന്നൊരു പെണ്ണിനാണ് ഇത്രയും അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ടാകും. കാരണം അമ്മാതിരി ജാടൊക്കെ കണ്ടിട്ട് അവർക്ക് ചെറിയൊരു മടുപ്പൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം ഈ നടി അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നടി ഇരുന്ന സമയത്ത് ഈ നടി ഇങ്ങനെ പറയുന്നുണ്ട്, സർ ഞാൻ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീയെ ആ നടി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ സുകുമാരി മുത്തശ്ശി ഈ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും പറയുന്നുണ്ട്, അല്ല സാറന്മാരെ നിങ്ങളല്ലേ ഈ പൈസയൊക്കെ ഇറക്കുന്നത്, ഇത്രയും വലിയൊരു സിനിമയൊക്കെ പിടിക്കുമ്പോൾ ഈ ഞാഞ്ഞൂലിനെയാണ് ഈ നടിയാക്കുന്നത്, ഇവരെ കാണാൻ ഒരു ശന്തവും ഇല്ല, ഒരു കോലും ഇല്ലാത്തൊരു പെണ്ണിനാണ് നിങ്ങൾ ഇത്രയും വലിയൊരു സിനിമയുടെ ഒക്കെ നടിയാക്കുന്നതെന്ന് ഇവർ പറയുന്നത് ആ പെൺകുട്ടി അങ്ങ് കേൾക്കുകയാണ്. ആ പെൺകുട്ടിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരാളെ അത്രയും ബോഡി ഷേമിങ് ചെയ്യുന്നത് തന്നെ തെറ്റാണെങ്കിലും അത് ആ പെൺകുട്ടി തന്നെ നേരിട്ട് കേൾക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാം. അത്രയും ആ പെൺകുട്ടി അങ്ങ് സങ്കടപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് അത് വല്ലാതെ അങ്ങ് കൊണ്ടിട്ടുണ്ടെങ്കിലും അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പക്ഷേ ഈ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ആ സംസാരിച്ച ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരുടെ ഒരു ഹീറോയിനെ ഇത്രയും താഴ്ത്തി സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അഭിനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു പെൺകുട്ടിയാണിത്, ഒരു കോലും ഇല്ല, ഒരു ഭംഗിയില്ലാത്തൊരു പെൺകുട്ടി. ഒരു ഭംഗി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയങ്കമോളൊക്കെ പോലെ ആയിരിക്കണം, നല്ല സൗന്ദര്യമൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രിയങ്കര ഇങ്ങനെ പൊക്കി പറയാണ്. പക്ഷെ പ്രിയങ്കയ്ക്ക് എങ്ങനെയെങ്കിലും മുത്തശ്ശിയുടെ വായ അടപ്പിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മുത്തശ്ശി മിണ്ടല്ലേ എന്നിങ്ങനെ അവൾ മെല്ലെ പതുക്കെ ഇങ്ങനെ നിർത്താൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും ഈ സുകുമാരി മുത്തശ്ശി തോരാതെ അങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും. അവർക്കാണെങ്കിൽ ഓൾറെഡി ഇവരെ അഭിനയിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും ഈ ശരത്ത് വന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു സിമ്പതിക്ക് അവർക്ക് ഒരു ചെറിയൊരു ചാൻസ് കൊടുത്തതാണ്. ആ ചാൻസ് കൊടുത്തത് തന്നെ മടുത്തു എന്നുള്ള മട്ടിലാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. കാരണം അമ്മാതിരി അഹങ്കാരമാണ് ഇവർ രണ്ടാളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ശരത്തിനോട് പറയുന്നുണ്ട്, ഇവരെ അങ്ങ് കൊണ്ടുപോയിക്കേ ഇവിടുന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരത്തും അവരെ സുകുമാരി മുത്തശ്ശിയെ പിടിച്ച് അങ്ങ് വലിച്ച് കൊണ്ടുപോവാ, ഒരു കാര്യം പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അവരുടെ അടുത്തുനിന്ന് അങ്ങ് ഈ സുകുമാരീനെ മാറ്റാണ്. പോകുന്ന സമയത്ത് ഈ പ്രിയങ്കയാണെങ്കിൽ അവരോട് സോറിയൊക്കെ പറയുന്നുണ്ട്, സോറി സാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുത്തശ്ശിനെയും കൊണ്ട് അങ്ങ് മാറ്റി നിൽത്താനും. അവർ മാറിപ്പോകുന്നതാണെങ്കിൽ ഈ നടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് അവരുടെ ഒരു അഹങ്കാരം, ഞാൻ കാര്യമല്ല പറഞ്ഞത്, തെറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞത് ആ പെൺകൊച്ചിനെ ഒരു ചന്തമില്ല കാണാൻ, അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ മകളെ ഈ നടിയാക്കാൻ പറഞ്ഞത്, അതിലിപ്പോൾ എന്താ വലിയ തെറ്റ്, എനിക്കത്ര വലിയ തെറ്റൊന്നും തോന്നിയിട്ടില്ല, ഞാനും കണ്ടതാ കുറേ ഷൂട്ടിങ് ലൊക്കേഷനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തോരാതെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യും കാലം പിടിച്ചിട്ടാണ് ഒരു അഭിനയിക്കാനൊരു ചാൻസ് കിട്ടിയെന്നുള്ള ചിന്ത ഒന്നും ഇപ്പോൾ സുകുമാരി മുത്തശ്ശിക്ക് ഒട്ടുമില്ല. അപ്പോൾ പ്രിയങ്കയ്ക്ക് ചെറിയൊരു ടെൻഷനൊക്കെ വരുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഈ സുകുമാരി മുത്തശ്ശി ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് ഈ സുകുമാരി മുത്തശ്ശി ആ പെൺകൊച്ചിനെ അങ്ങ് കാണുന്നത്, ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആ ഒരു നടിനെ കാണുന്നത്. ഇവരിങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്യാണ്. അവൻ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ആ ആളോട്, ഡ്രസ്സ് കൊടുക്കുന്ന ആ ഒരു ഡിസൈനറോട് ഈ സുകുമാരി മുത്തശ്ശി പോയിട്ട് ഇങ്ങനെ സംസാരിക്കണേ, എടാ കൊച്ചനെ എൻ്റെ മകൾക്കുള്ള ഡ്രസ്സ് ഒന്ന് കൊടുത്തേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഒരു മിനിറ്റ് ഞാൻ ഇവരുടെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ തരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശിക്ക് അത് ഒട്ടും പിടിക്കുന്നില്ല. ഒരു മിനിറ്റ് എന്താ ഒരു മിനിറ്റ്, എൻ്റെ മകളെ ഒന്ന് ശ്രദ്ധിക്കാതെ നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളോടും അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്.
ഈ നടിക്കാണെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് പ്രിയോറിറ്റി കൊടുക്കാതെ ഇവർക്ക് പ്രിയോറിറ്റി കൊടുക്കണം എന്നുള്ള മട്ടിലാണ് സുകുമാരി മുത്തശ്ശി സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ നടിക്ക് അത് അങ്ങ് ചെറുതായിട്ട് ഹേർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ നടി അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ് സുകുമാരി മുത്തശ്ശിനോട്. അതും കുറച്ച് ഇംഗ്ലീഷും മലയാളമൊക്കെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. ഏയ് വൈ ആർ യു ഹേർട്ടിങ് മീ ലൈക്ക് ദിസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ഡു യു ഹാവ് എനി പ്രോബ്ലം വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങ് മലയാളം ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങ് സംസാരിക്കുന്ന സമയത്ത് ഈ സുകുമാരി മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം വരാണ്. സുകുമാരി മുത്തശ്ശി എന്ന് പറയുന്നത് ഒരു പഴയൊരു മട്ടിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങ് പിടിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ സുകുമാരി മുത്തശ്ശി അങ്ങ് ഇവരോട് കയർത്ത് സംസാരിക്കുകയാണ്. നിൻ്റെ പ്രശ്നം എന്താ, ആദ്യം മലയാളത്തിൽ സംസാരിക്ക്, എന്നിട്ട് മതി നിൻ്റെ ഒരു വലിയൊരു ജാട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് ഇൻസൾട്ട് ചെയ്താണ്ട് അങ്ങ് സംസാരിക്കണം. അപ്പോൾ ഈ ബഹളമൊക്കെ കണ്ടിട്ട് ആ പ്രൊഡ്യൂസറും ആ ഡയറക്ടറൊക്കെ അങ്ങോട്ട് ഓടി വരികയാണ്. എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഈ നടി പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഇവരെ പോലെയൊക്കെ ഉള്ളവരൊക്കെ അഭിനയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഈ സിനിമയിൽ ഇല്ല, ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ഇങ്ങനെ ഇവരോട് കെഞ്ചുന്നുണ്ട്, സോറി ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല, ഇവരെ കൊണ്ട് ക്ഷമിക്കുക, ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ക്ഷമിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാണ്. അപ്പോൾ ശരത്താണെങ്കിൽ ആ മുത്തശ്ശിനോട് മിണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ സുകുമാരി മുത്തശ്ശി അതൊന്നും മൈൻഡ് തന്നെ ചെയ്യുക, അതിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരത്തിനെ വിളിച്ചിട്ട് ആ പ്രൊഡ്യൂസറും ഡയറക്ടറും ഇങ്ങനെ പറയുന്നുണ്ട്, എടോ നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരെ അഭിനയിപ്പിക്കുന്നത്, സംഭവത്തിൽ ഇവരെ അഭിനയിപ്പിക്കാൻ യാതൊരു താല്പര്യം ഞങ്ങൾക്ക് ഇല്ലെങ്കിലും നീ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും, ഞങ്ങൾക്ക് അവരെ പിരിച്ചു വിടേണ്ടി വരും, പിന്നെ ചോദിക്കാനും പറയാതിനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് ഇനി അടുത്ത എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെയും കൊണ്ട് അങ്ങ് ഇവിടുന്ന് സ്ഥലം വിട്ടണം, അല്ലാതെ ഇനി ഞങ്ങളോട് ഇനി പോകുകയാണെന്നൊന്നും പറയാൻ യാത്ര ഒന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, സോറി സർ, ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നൊരു ശരത്ത് ഈ സുകുമാരി മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്താ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അവിടെ ആ ഡയറക്ടർ ഇനി നമ്മളെ പിരിച്ചു വിടുന്നൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദക്ക് നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സുകുമാരി മുത്തശ്ശിക്ക് അവർ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ചിന്ത അപ്പോഴും ഇല്ല. ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള മട്ടിലാണ് സുകുമാരി മുത്തശ്ശി. അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് ഒതുക്കി വെച്ചിരിക്കുകയാണ് പ്രശ്നങ്ങളൊക്കെ. ഈ സുകുമാരി മുത്തശ്ശി കാരണം ഇനി മിക്കവാറും ഈ പ്രിയങ്കയുടെ ഈ ചാൻസ് പോകാനുള്ള എല്ലാ ഒരു കാഴ്ചകളും കാണുന്നുണ്ട്. കാരണം അമ്മാതിരി പ്രശ്നങ്ങളാണ് സുകുമാരി മുത്തശ്ശി അവിടെ ഉണ്ടാക്കുന്നത്. ആ ഡയറക്ടറാണെങ്കിൽ ഈ ശരത്തിനോട് പറയുന്നുണ്ട്, ഒരു നാട് മുഴുവൻ നശിപ്പിക്കാനുള്ള കുനിച്ചിട്ട് മൊത്തം ആ തള്ളയുടെ അടുത്തുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സംഭവം അത് ശരി തന്നെയാണ്. അവരാണെങ്കിൽ ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എത്രമാത്രം ആ പ്രിയങ്കനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള ചിന്ത ഒന്നും ഈ മുത്തശ്ശിക്കില്ല. മുത്തശ്ശിക്ക് അവരുടെ അഹങ്കാരം കാണിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ്. അപ്പം പ്രിയങ്കക്കാണെങ്കിലും മുത്തശ്ശി ചെറുതായിട്ടൊന്ന് ഓവറാകുന്നുണ്ടോ എന്നുള്ള ചെറിയൊരു ഭയം ഉണ്ടെങ്കിലും മുത്തശ്ശി ഒരു പ്രശ്നക്കാരിയാണെന്നുള്ളൊരു കാര്യം അവൾ ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. അവൾ വീണ്ടും മുത്തശ്ശിനെ കൂടെ അങ്ങനെ കൂടെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുത്തശ്ശിനെ ഇനി പിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ, ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എത്താം എന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി, അപ്പോൾ പിന്നെ അവൾക്കൊരു ചാൻസ് അവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അവൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സുകുമാരി മുത്തശ്ശിനെ കൂടെ തന്നെ നിർത്തുന്നതുകൊണ്ട് മിക്കവാറും അവളുടെ ഈ ചാൻസും പോകാനുള്ള എല്ലാ വഴികളും ഈ സുകുമാരി മുത്തശ്ശി ഉണ്ടാക്കി കൊടുക്കാനുള്ള 100% ഉറപ്പാണെന്നാണ് തോന്നുന്നത്. പിന്നെന്തായാലും നമ്മുടെ ശ്യാമയും രാധികയും കൂടി നേരിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ ആ അമ്പലത്തിൽ ആദ്യം എത്തിയത് ആരതിയാണ്. ആരതി എത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ അവിടെ അടുത്തുള്ള തൊഴാൻ വന്ന അവരിങ്ങനെ സംസാരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനെ ഈ ആരതി കേൾക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പെണ്ണുങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതെ, ഈ ശ്യാമ മേഡം വരുന്നുണ്ട് ഇങ്ങോട്ട് എന്നാണ് കേട്ടത്, ഞാൻ തൊഴുത് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പൂജാരി ആ കാര്യം പറഞ്ഞത്, അപ്പോൾ പിന്നെ ഇനി ശ്യാമനെ കൂടി കണ്ടിട്ട് അങ്ങ് പോകാമല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ ഈ ആരതിയുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഒരു ചിരി വരികയാണ്. അത്രയും ഫാൻസൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു സന്തോഷത്തിലായിരിക്കും ആണെങ്കിൽ ആരതി ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ കാത്തിരുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ വരുണും രാധികയും കൂടി അവിടെ എത്തുന്നത്. രാധികക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അവൾ വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ വേഗം അമ്പലത്തേക്ക് അങ്ങ് ധൃതിയിൽ പോകാണ് വരുണിനെയും കൂട്ടിയിട്ട്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, നീ എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ രാധികക്ക് എന്താ പേടിയെന്ന് വെച്ചാൽ സാധാരണ ശ്യാമനെ കാണാൻ വരുന്ന സമയത്തൊക്കെ ശ്യാമ മിസ്സാവലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മിസ്സാകുമോ എന്നൊക്കെ ഇങ്ങനെ രാധിക ഇങ്ങനെ ഡൗട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ വരും പറയണ്ടേ, ഇപ്രാവശ്യം മിസ്സാവാൻ യാതൊരു ചാൻസും ഇല്ല, നിന്നെ കണ്ടിട്ടേ ശ്യാമ പോകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇവനെ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവൾക്ക് അത്ര ഗ്രഹിച്ചിട്ടൊന്നുമില്ല. കാരണം എന്താ സംഭവം എന്ന് ഇവൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലല്ലോ. പക്ഷേ വരുണിന് കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാവുന്നതുകൊണ്ടും അവൾ ഇപ്രാവശ്യം ശ്യാമനെ കണ്ടിട്ടേ ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ള നല്ല ധാരണ തന്നെ ഈ വരുണിനുണ്ട്.
വരുണിനെ കൊണ്ട് വേഗം ധൃതിയിൽ അവൾ അങ്ങ് അമ്പലത്തിൽ കയറി ചെല്ലുകയാണ്. അപ്പോൾ ഇവളോട് ചോദിക്കുന്നുണ്ട്, ആരതിനെ കണ്ടിട്ട് ആരതിനോട് ചോദിക്കുന്നുണ്ട് ശ്യാമ മേഡം വന്നോ എന്നൊക്കെ പറയുമ്പോൾ ഈ ആരതി ആദ്യം അവളൊന്ന് വെറുതെ ഇട്ട് കളിപ്പിക്കാണ്. ആ ശ്യാമ മേഡമൊക്കെ എപ്പോഴോ വന്ന് പോയി, നിന്നോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, എന്നിട്ട് എന്തേ ലേറ്റായി വന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവൾ വെറുതെ തമാശക്ക് ഇവളോട് ഇങ്ങനെ പറയണം. അപ്പോഴേക്കും ഈ രാധിക അങ്ങ് ടെൻഷനാവാണ്. ഓ ഞാൻ ഈ വരുണിനോട് ആദ്യം തന്നെ പറഞ്ഞാൽ നേരത്തെ ഇറങ്ങാമെന്ന്, പക്ഷേ അതുകൊണ്ടല്ലേ ഇപ്പോൾ ലേറ്റ് ആയിട്ടല്ലേ ഈ വരുണ് തന്നെ നേരം വൈകിപ്പിച്ചത്, ഞാൻ ആദ്യം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി നിൽക്കായിരുന്നു, ഈ വരുണ് കാരണം നേരം വൈകിയത് എന്നൊക്കെ ഇങ്ങനെ അവളങ്ങനെ ടെൻഷൻ പറയാണ്. അപ്പോൾ ആരതി പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഈ ശ്യാമമ്മയുടെ വന്നിട്ടൊന്നുമില്ല, വരുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയുമ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇവരിങ്ങനെ ഭയങ്കര ഹാപ്പിയായി നിൽക്കുന്ന സമയത്താണ് അത് ആ ശ്യാമ മേഡം വന്ന് ഇറങ്ങാണ്. അപ്പോൾ ശ്യാമ മേഡത്തിന് അങ്ങനെ വന്ന് ഇറങ്ങി ഒരുപാട് ഫാൻസൊക്കെ അപ്പം തന്നെ അവരുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാധിക ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ്. കാരണം ആദ്യമായിട്ട് ഇനി ശ്യാമനെ നേരിട്ട് കാണാൻ പോകുന്നു. അവളാണെങ്കിൽ നേരിട്ട് കാണുന്ന രണ്ടാമത്തെ അവസരമാണെങ്കിലും ശ്യാമയെ അവളും മുഖാമുഖം കാണാൻ പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും അവരുടെ മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നാളെ ആയിരിക്കും അവർ തമ്മിലുള്ള ആ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിൻ്റെ എൻഡിൽ എന്തായിരിക്കും എന്നും അറിയത്തില്ല. കാരണം ഇനി അവൾ അമ്മയായിട്ട് അവരെ സ്വീകരിക്കുകയാണ് ഇല്ലേ എന്താണെന്നൊക്കെ നമുക്ക് എന്തായാലും ആ ഉടനെ തന്നെ അറിയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഏകദേശം ഇങ്ങനെ നടന്ന് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ വരുണും ഈ കാര്യത്തിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് പെട്ടെന്ന് തന്നെ തീരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ഓൾ.